SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ അമ്പലപ്പുഴയിലെ നിയുക്ത MLA ജി സുധാകരൻ സന്ദർശിച്ചതും പൊന്നാട അണിയിച്ചതും വലിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നു. ഇതിനെതിരെ രൂക്ഷമായ വിമർശനവുമായി MSF സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫ് രംഗത്തെത്തി. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് നജാഫ് തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. വിവാദ നിലപാടുകൾ കൊണ്ട് സമൂഹത്തിൽ വിഷം കലർത്തുന്ന ഒരാളെ ജനപ്രതിനിധി തന്നെ പ്രകീർത്തിക്കുന്നത് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്ന് നജാഫ് പറഞ്ഞു. രാഷ്ട്രീയ മര്യാദകളും മുന്നണി മര്യാദകളും ലംഘിക്കുന്ന ഇത്തരം നടപടികൾ കേരളത്തിന്റെ പുരോഗമന ചിന്താഗതിക്ക് ചേർന്നതല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. SNDP എന്ന മഹത്തായ സാമൂഹിക പ്രസ്ഥാനത്തെ ആരും ബഹുമാനിക്കുമെന്ന് പറഞ്ഞ നജാഫ് എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ അതിന് വിരുദ്ധമാണെന്ന് ആരോപിച്ചു. സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരാളെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നത് അക്ഷന്തവ്യമായ തെറ്റാണെന്നാണ് നജാഫിന്റെ പക്ഷം. BDJS എന്ന പാർട്ടി രൂപീകരിച്ച് അതിന്റെ പ്രചാരണത്തിന് രക്ഷാധികാരി എന്ന പദവി കലാശപൂർവ്വം ഉപയോഗിക്കുന്ന വ്യക്തിയാണ് വെള്ളാപ്പള്ളി എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അത്തരമൊരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള വ്യക്തിയെ UDF ജനപ്രതിനിധി സന്ദർശിച്ചത് പ്രവർത്തകർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ജനപ്രതിനിധിയായിരിക്കെ ജി സുധാകരൻ നടത്തിയ നടപടി കേരളത്തിന്റെ പുരോഗമന രാഷ്ട്രീയ ബോധത്തിന്റെ അന്തസ്സിന് യോജിച്ചതല്ലെന്ന് നജാഫ് കുറ്റപ്പെടുത്തി. UDFന്റെ ഔദ്യോഗിക നിലപാടല്ല ഇതെന്നും വ്യക്തിപരമായ താല്പര്യങ്ങൾ പദവിക്ക് മുകളിൽ വെക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇത്തരത്തിൽ പ്രവർത്തിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിൽ ജനങ്ങൾ നൽകിയ സ്ഥാനത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് രാജിവെച്ച ശേഷം മതിയായിരുന്നുവെന്ന് നജാഫ് പറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ വിയർപ്പൊഴുക്കിയ UDF പ്രവർത്തകരോടുള്ള നന്ദികേടാണിതെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. ജി സുധാകരന്റെ ഈ സന്ദർശനത്തെ പഴയ പിണറായി ഭക്തിയുമായാണ് നജാഫ് താരതമ്യം ചെയ്തത്. ഈ പൊന്നാട വെള്ളാപ്പള്ളി നടേശനല്ല, മറിച്ച് പഴയ പിണറായി ഭക്തിയിൽ പിണറായിക്ക് ഇട്ടതാണെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ലെന്ന് അദ്ദേഹം പരിഹസിച്ചു. പൊതുപദവിയിലിരിക്കെ വ്യക്തിപരമായ രാഷ്ട്രീയ അനുരാഗങ്ങൾ പ്രദർശിപ്പിക്കുന്നത് ജനവിധിയോടുള്ള അവഗണനയാണെന്നും നജാഫ് പറഞ്ഞു. UDF പ്രവർത്തകരുടെ അധ്വാനത്തെ വില കുറച്ച് കാണുന്ന ഇത്തരം നീക്കങ്ങൾ ഭാവിയിൽ മുന്നണിക്ക് ഗുണകരമാകില്ലെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെയാണ് ജി സുധാകരൻ കണിച്ചുകുളങ്ങരയിലെ വെള്ളാപ്പള്ളിയുടെ വസതിയിലെത്തിയത്. വെള്ളാപ്പള്ളി നടേശനെയും ഭാര്യയും സന്ദർശിച്ച ചിത്രങ്ങളും ദൃശ്യങ്ങളും സുധാകരൻ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത്. ഇതാണ് വിവാദങ്ങൾക്ക് ആധാരമായത്. CPIM വിട്ട കോൺഗ്രസിലെത്തിയ ജി സുധാകരൻ അമ്പലപ്പുഴയിൽ നിന്ന് മികച്ച വിജയം നേടിയിരുന്നു. എന്നാൽ വിജയത്തിന് പിന്നാലെയുള്ള ഈ സന്ദർശനം കോൺഗ്രസ് ഗ്രൂപ്പുകളിലും ചർച്ചയായിട്ടുണ്ട്. രാഷ്ട്രീയ മര്യാദ പാലിക്കാത്ത ഇത്തരം നടപടികളിൽ നേതൃത്വം ഇടപെടണമെന്ന ആവശ്യവും ശക്തമാണ്.